നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 38 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് 39ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കാം. മേഘശ്യാമമൊരേടമിന്ദു സദൃശം മറ്റേടമെന്നിങ്ങനെ തേജസ്സദ്ഭുതമായി ഭവിച്ചിതു ഭവാന്മാർ തമ്മിലന്യോന്യമായി. ഗാഢാശ്ലേഷമിയെന്ന നേരമതു കണ്ടാശ്ചര്യമായി നിന്നവർ കാകാശേവത വാമഗേഹ നിലയ ശ്രീമൻ പരിത്രാഹി മാം. മേഘശ്യാമം, മേഘം പോലെ ശ്യാമവർണ്ണമാർന്നത്, മേഘം പോലെ കറുത്തത്. മേഘശ്യാമം ഒരേടം, ആ കാർമേഘത്തിന് തുല്യമായത് ഒരിടത്ത്. പിന്നെയോ ഇന്ദു സദൃശം മറ്റേടം, മറ്റൊരിടത്ത് ഇന്ദുവിന് സദൃശമായത്. ഇന്ദു എന്ന് വെച്ചാൽ ചന്ദ്രൻ, ചന്ദ്രന് സദൃശമായത്, ചന്ദ്രനെ പോലെ ഇരിക്കുന്നത്, ചന്ദ്രനെ പോലെ വെളുത്തത് മറ്റൊരിടത്ത്. ഇന്ദു സദൃശം മറ്റേടമെന്നിങ്ങനെ തേജസ് അദ്ഭുതമായി ഭവിച്ചിതു ഭവാന്മാർ തമ്മിൽ അന്യോന്യമായി ഗാഢാശ്ലേഷം എന്ന നേരം. ഈ കാർമേഘം പോലെ ഇരിക്കുന്നത് കൃഷ്ണനാണ്, ഇന്ദുവിനെ പോലെ വെളുത്തിരിക്കുന്നത് ജ്യേഷ്ഠനായിട്ടുള്ള ബലഭദ്രനാണ്. ഇവര് രണ്ടുപേരും, ഈ രണ്ട് തേജസ്സോടു കൂടി നിൽക്കുന്ന ഈ രണ്ടുപേരും ഗാഢാശ്ലേഷം ചെയ്ത നേരത്ത് അത് കണ്ടു. ആരാണ് കണ്ടത്? ആകാശത്ത് നിന്ന് കണ്ടവർക്ക് അത്ഭുതമായി ഈ തേജസ് കണ്ടിട്ട്. ഭവാന്മാർ തമ്മിൽ ഗാഠാലിംഗനം ചെയ്തപ്പോൾ ഉണ്ടായ തേജസ്, ഈ ഇന്ദുവിനെ പോലെയുള്ള ബലഭദ്രനും ശ്യാമ മേഘത്തെ പോലെയുള്ള കൃഷ്ണനും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ ഉണ്ടായ തേജസ് കണ്ട് ആകാശത്ത് നിന്നവർക്ക് അത്ഭുതമായി. എന്നിട്ട് വാമഗേഹ നിലയ, ഇടത്തുപുറത്തപ്പ എന്ന് വിളിക്കുകയാണ്. മറന്നിട്ടില്ലല്ലോ, ഇടത്തുപുറത്തപ്പൻ പൂന്താനത്തിന്റെ അവിടെ ഇല്ലത്തുള്ള ഉണ്ണികൃഷ്ണനെയാണ് ഇടത്തുപുറത്തപ്പ എന്ന് വിളിക്കുന്നത്. ഇടത്തുപുറത്തപ്പ ശ്രീമൻ, എന്നെ രക്ഷിച്ചാലും, പരിത്രാഹി മാം, പരിത്രാഹി രക്ഷിച്ചാലും, മാം എന്നെ രക്ഷിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അമ്മേ ഞാൻ മണ്ണു തിന്നീലതു മനസ്സി നിനക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണെന്നു മെല്ലെ ചെറിയ പവിഴവായി കാട്ടി അമ്മയ്ക്കൊരു നാൾ. അന്നേരം വിശ്വമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കുമപ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത ഞാൻ കണ്ടിതാവൂ മുകുന്ദ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് പറയുകയാണ്. അത് വിശ്വാസമില്ലെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട്, അത് അമ്മയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ചെമ്മേ കാണെന്നുമെല്ലെ ചെറിയ പവിഴവായി കാട്ടി അമ്മയ്ക്കൊരു നാൾ. ആ ചെറിയ പവിഴം പോലെ ചുകന്നിരിക്കുന്ന വായ തുറന്നു കാണിച്ചു അമ്മയ്ക്ക്. വിശ്വാസമില്ലെങ്കിൽ കണ്ടോളൂ, എൻ്റെ വായിൽ മണ്ണില്ല എന്ന് പറഞ്ഞ് വായ തുറന്നു കാണിച്ചു. അപ്പോഴോ അന്നേരം വിശ്വമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കും. ആ വായയുടെ ഉള്ളിൽ അനവധി തരത്തിലുള്ള ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ അമ്മ കണ്ടു. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ബോധക്കേട് വന്നു. ആ നേരത്ത് അമ്മയെ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത. അപ്പോൾ അമ്മ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ആകെ മോഹാലസ്യം വന്നു. അപ്പോൾ അമ്മേ എനിക്ക് അമ്മിഞ്ഞ തരൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ നിപുണത,
ആ കഴിവ് അത് അതെനിക്ക് കാണാനായെങ്കിൽ മുകുന്ദ, എൻ്റെ ഉണ്ണിക്കണ്ണ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കഥ എല്ലാവർക്കും നല്ലോണം അറിയണതാണല്ലോ അല്ലേ? ഉണ്ണിക്കണ്ണൻ മണ്ണ് തിന്നു വന്ന് പറയുമ്പോൾ യശോദ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മണ്ണ് തിന്നിട്ടില്ല, വിശ്വാസമില്ലെങ്കിൽ അമ്മ എൻ്റെ വായ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വായ തുറന്ന് കാണിക്കുമ്പോൾ പ്രപഞ്ചം കണ്ടു അതിൽ. എന്നിട്ടാകെ കണ്ടപ്പോൾ ബോധങ്ങൾ പോവാണ് യശോദമ്മയ്ക്ക്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വായുടെ ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടുന്നാണ് മണ്ണ് തിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വൃന്ദാവനത്തിൽ പോയ സമയത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്നും കുറച്ച് മണ്ണ് തന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞിരുന്നു. പ്രസാദാണല്ലോ, ഉണ്ണിക്കണ്ണൻ ഇവിടുന്നല്ലേ മണ്ണ് കഴിച്ചു എന്ന് പറയപ്പെടുന്നത്. മണ്ണ് കഴിച്ചോളാൻ പറഞ്ഞിരുന്നു. അവിടുന്ന് മാത്രമേ നമുക്ക് മണ്ണ് പ്രസാദമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് വേണമെങ്കിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വൃന്ദാവനത്തിൽ നിന്ന് മണ്ണും ഒന്നും നമ്മൾ കൊണ്ടുവരുത് എന്നാണ് പറയുക. എന്തായാലും വൃന്ദാവനത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ സഹായിച്ചിട്ട് ഉണ്ടായി. അവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പൂന്താൻ തിരുമേനിയുടെ ഈ ശ്ലോകമാണ് ഓർമ്മ വന്നത്. ഈ അമ്മേ ഞാൻ എന്നുള്ള ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ ഞാൻ വൃന്ദാവനത്തിൽ പോയി കണ്ട ആ കാഴ്ച ഒന്ന് ഓർത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഊങ്കാവിൽപ്പതിനായൊരു തെരുവിൽ പോന്നങ്ങു വന്നിടിനാളെ കാന്തേ ഭഗവാൻ അവൾക്കു കുതുകാൽ നെൽക്കോരി നൽകിയിടിനാൻ. മാഴ്കാതെ കനകം നിറഞ്ഞു സുഖമേ പാത്രത്തിലപ്പോൾ അവൾക്കാകാശേ മരുവുന്ന ദിവ്യജനവും കണ്ടിടിനാരദ്ഭുതം. ഇവിടെ ഊങ്കാവിൽപ്പതിനായി, ഊങ്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കായ ഉപ്പിലിട്ടതാണോന്ന് അറിയില്ല, അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപ്പിലിട്ട എന്തെങ്കിലും ഫലങ്ങൾ അത് വിൽക്കാനായിട്ട് തെരുവിലെത്തിയപ്പോൾ ഒരു സ്ത്രീ തെരുവിൽ വന്നു. ഊങ്കാവിൽപ്പതിനായി ഒരുത്തി തെരുവിൽ പോന്നങ്ങു വന്നിടിനാൾ ഏകാന്തേ ഭഗവാൻ അവൾക്കു കുതുകാൽ. അപ്പോൾ ആരും ഇല്ലാത്ത നേരത്ത് ഭഗവാൻ ആ സ്ത്രീയുടെ പാത്രത്തിൽ കുറച്ച് നെല്ല് ഇട്ടുകൊടുത്തു. അതാണ് ഭഗവാൻ അവൾക്കു കുതുകാൽ നെൽക്കോരി നൽകിയിടിന. ഉണ്ണിക്കണ്ണൻ ഒരു കൗതുകത്തിന്, വീട്ടിലാരും ഉണ്ടാവില്ല, അപ്പൊ ഇത് വാങ്ങിയിട്ട് പകരം ഇത്തിരി നെല്ല് കൊടുത്തു. അവളുടെ പാത്രത്തിലാണ് അത് കൊടുത്തത്. അപ്പോഴോ മാഴ്കാതെ എന്ന് വെച്ചാൽ മടിയാതെ കനകം നിറഞ്ഞു, ആ പാത്രത്തില് സ്വർണം നിറഞ്ഞു വന്നു. ഇത് ആകാശേ മരുവുന്ന ദിവ്യജനവും, ആകാശത്തിൽ വസിക്കുന്ന ദിവ്യജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് അത്ഭുതമായി. അപ്പൊ എന്താന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് ഈ ഊങ്ക എന്തോ ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എന്തോ ഒരു ഫലമാണ് എന്ന് വിചാരിക്കണു. അത് വിൽക്കാൻ വന്നിട്ടുള്ള സ്ത്രീക്ക് അത് വാങ്ങിയിട്ട് പകരം കുറച്ച് നെല്ല് കൊടുത്തു. ആ നെന്മണികള് സ്വർണമായിട്ട് മാറിയത് കണ്ട് ദേവന്മാർ പോലും ആശ്ചര്യം പൂണ്ടു നിന്നു എന്നൊരു കഥയാണ് ഈ ശ്ലോകത്തിലൂടെ പൂന്താൻ തിരുമേനി നമുക്ക് പറഞ്ഞു തന്നത്. ഈ ഊങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു തരം കായ കഴിക്കാനുള്ള ഫലം എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ചില ദിക്കിൽ ഊങ്കാന്ന് വെച്ചാൽ ഉപ്പിലിട്ട ഏതെങ്കിലും കായകൾ എന്നുള്ള രീതിയിലും കണ്ടു. ശരിക്ക് ഇനി അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഊങ്കാന്ന് വെച്ചാൽ ഏതെങ്കിലും നാട്ടിൽ പറയണ വാക്കാണോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയിച്ചോ ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഇനി 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. മേഘശ്യാമമൊരേടം ഇന്ദു സദൃശം മറ്റേടമെന്നിങ്ങനെ തേജസ്സദ്ഭുതമായി ഭവിച്ചിതു ഭവാന്മാർ തമ്മിൽ അന്യോന്യമായി ഗാഠാശ്ലേഷമിയെന്ന നേരം അതു കണ്ടാശ്ചര്യമായി നിന്നവർക്കാകാശേബത വാമഗേഹ നിലയ ശ്രീമൻ പരിത്രാഹിമാം. അമ്മേ ഞാൻ മണ്ണു തിന്നീലതു മനസ്സി നിനക്ക്
എനിക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണെന്നു മെല്ലെ ചെറിയ പവിഴവായി കാട്ടി അമ്മയ്ക്കൊരു നാൾ. അന്നേരം വിശ്വമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കും. അപ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത ഞാൻ കണ്ടിതാവൂ മുകുന്ദ. പൂങ്കാവിൽ പതിനായൊരുത്തി തെരുവിൽ പോന്നങ്ങു വന്നിടിനാളെ കാന്തേ ഭഗവാൻ അവൾക്കു കുതുകാൽ നെൽക്കോരി നൽകിയിടിനാൻ. മാഴ്കാതെ കനകം നിറഞ്ഞു സുഖമേ പാത്രത്തിലപ്പോൾ അവൾക്കാകാശേ മരുവുന്ന ദിവ്യജനവും കണ്ടിടിനാരദ്ഭുതം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ